പാല് കറക്കുന്ന പ്രസവിക്കണ അമ്മ പശുവിനെ അറക്കരുത്, അത് പാപമാണെന്നും അത് എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒരു പിന്നെ ഉപദ്രവിക്കുന്നത് പോലും, ഒരു കുട്ടി പാല് കുടിക്കണ ഒരു അമ്മേനെ ഉപദ്രവിക്കണതിന് ഖുർആനിൽ പോലും പ്രത്യേകമായിട്ട് തലാക്ക് ചെല്ലാൻ പോലും പാടില്ല, മുലകുടി മാറാത്ത അമ്മേനെ. ആ സമയം പോലും കാത്തിക്കുന്നത്. അതേപോലെ തന്നെയാണ് പശു ആയാലും ലോകത്ത് ജീവിച്ച എല്ലാ ജീവജാലങ്ങളും ലോകത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് തന്നെയാ. അപ്പൊ അതുപോലെയുള്ള പശുക്കൾ അറക്കുന്ന ക്രൂര കൃത്യങ്ങൾ കണ്ട് അതുള്ള സ്ഥലങ്ങളും ഉണ്ട്. അതിനെയായിരുന്നു നിരോധിച്ചിരുന്നത് ആക്ച്വലി. അത് പറഞ്ഞ് പശു മാതാവെന്ന് പറയുമ്പോ അതിനെ കളിയാക്കി പരിഹസിച്ച് എല്ലാം ഒരു മിത്താക്കി. ഭാരതം എന്ന് പറഞ്ഞാല് ഭാരതം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അപ്പോ ഞാൻ അദ്ദേഹത്തിനോട്, വക്കീലായ അദ്ദേഹത്തിനോട് ചോദിക്കാം, ഏതോ ധർമ്മസ്ഥത ജയ, അത് എവിടെ എഴുതി വെച്ചിരിക്കുന്ന? സുപ്രീം കോർട്ടില്. വക്കീലായ നിങ്ങൾ അത് നോക്കുന്ന മഹാഭാരതത്തില് 13 തവണ ആവർത്തിക്കുന്ന ശ്ലോകമാണ് ഏതോ ധർമ്മസ്ഥതോ ജയ. ഇപ്പൊ ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. ആ വാക്കെന്താ ആകാശത്ത് നിന്ന് എടുത്തതാ? എവിടെയൊക്കെ പറയുന്നുണ്ട്? തന്റെ 101 മക്കളോട് യുദ്ധം ചെയ്യണതിൽ ദേഷ്യമുള്ള ആ കുന്തിദേവി വരെ അർജുനനോട് പറയുന്നുണ്ട് ധർമ്മം വിജയിക്കും, ധർമ്മം വിജയിക്കും. ധർമ്മം എവിടെയുണ്ടോ അവിടെ വിക്ടറി ഉണ്ട്. ഇത് പറയുന്ന ആ വാക്യം സുപ്രീം കോടതി എഴുതി വെച്ച നരേന്ദ്രമോദി അല്ലല്ലോ. ഭാരതത്തിന്റെ സംസ്കാരം നിലനിർത്തുക. ഭാരതത്തിന്റെ ഇപ്പൊ വടിയും കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഭാരതത്തിൽ കിട്ടിയ അന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ കിട്ടിയ വടി എന്ന് തന്നെ പറയാം. അവർക്ക് വടി പറഞ്ഞാലേ മനസ്സിലാവൂ ആ ചെങ്കോലിന്. ആ വടിയെ നമ്മൾ സൂക്ഷിക്കേണ്ടത് സ്വകാര്യമായിട്ടല്ല, എല്ലാരും കാണുന്നവർക്ക്. ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് പോയിട്ടുണ്ടോ നിങ്ങള്? പാർലമെന്റിന്റെ അകത്ത് ഇപ്പൊ ഭാരത സംസ്കാരത്തിനെ തൊട്ടിട്ട് മാത്രമേ ഇവിടെ ഭരണഘടനയിൽ അന്ന് എഴുതിയിട്ടുള്ളൂ. വിഭജിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിനെ ചത്ത കുതിരാന്നൊക്കെ നെഹ്റു പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പാർലമെന്റും ഇതിന്റെ അകത്തുള്ള രാഷ്ട്രപതി ഭവനില് പിന്നെ നമ്മുടെ പത്മശ്രീ ഒക്കെ വാങ്ങുന്ന ഒരു ഹാളുണ്ട്. അതിനെങ്ങനെയാണെയോ വാസ്തുശില്പം ചെയ്ത് ബുദ്ധനെ വെച്ചിട്ട് അതിന്റെ ആ പകുതി വെച്ചിട്ടുള്ള സ്ഥലത്താണ് രാഷ്ട്രപതി ഭവനെ വാസ്തുശില്പികൾ ചെയ്തത്. അത് എത്രയോ ആയിരം പിന്നെ ആർക്കിടെക്ട്സിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ട്സ് ആണ് അത്രയും അവിടെ അത് വെച്ചത്. അപ്പൊ ഭാരത സംസ്കാരമല്ലേ, അപ്പൊ അതും പറയും. ഇവിടെ വാസ്തുശാസ്ത്രം നോക്കിയാൽ അത് പറയും. അപ്പൊ അതിൻ്റെ ഉള്ള എല്ലാ കഥകളിലും എല്ലാത്തിലും മഹാഭാരതവും ഇവിടുത്തെ പുരാണ കഥകളും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി രാമരാജ്യം. അപ്പൊ രാമരാജ്യത്തിനെ പറ്റി ചോദിച്ചു. ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഭാഗ്യം കിട്ടിയ 300 കോടി ദേവതകളും ദേവന്മാരും സന്നിധിയായിരിക്കുന്നത് നരേന്ദ്രമോദി പറഞ്ഞ രാംലല്ലയുടെ ഉദ്ഘാടന വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു. ആ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പൊ കണ്ടു അവിടുത്തെ സന്തോഷം. ഒരു ജനത മുഴുവനും എത്രയോ 500 വർഷങ്ങളായി നോമ്പ് നോക്കിയിരുന്ന് അന്ന് മാത്രം ഭക്ഷണം ഫലങ്ങളും പാനീയങ്ങളും മാത്രം തിന്ന് ഒരു തലമുറകളായിട്ട് പോരുന്ന ആചാര്യന്മാര് വരെ അവിടെ അന്നുണ്ടായിരുന്നു. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ? അതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. സംസ്കാരത്തിനെ ഉയർത്തിപ്പിടിച്ച് അവർക്കൊരു വാക്ക് കൊടുത്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. ഈ കാണുന്ന ഇവിടുത്തെ ഈ കാട്ടിക്കൂട്ടലൊന്നല്ല ഭാരതം. അത് വീണ്ടും ഞാൻ പറയണു. ദർഗകളിൽ പോകാനും ഇസ്ലാമിന് ഇസ്ലാം അനുഷ്ഠിക്കാനും എല്ലാം ഉത്തരേന്ത്യയിലെല്ലാം. ഞാൻ നുസ്രത് ജഹാൻ, ഞാൻ മുസ്ലിമാണ്, കേരളത്തിൽ നിന്നാണ് പറഞ്ഞു തന്നെയാ ആ മഹർഷിമാരുടെയിലും മുനിമാരുടെയിലൊക്കെ ഞാനും പോയത്. എന്നെ ആരും മാറ്റി നിർത്തിയില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം.